CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് അത് നടക്കുകയാണ്. മധുരയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നേരെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക്, അവിടെ നിന്നുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ്സിൽ ഇന്നും രാഷ്ട്രീയ പ്രമേയത്തിന്മേലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും പൊതുചർച്ച തുടരും. വൈകിട്ട് 7 മണിക്ക് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഇതിൽ 3424 ഭേദഗതികളാണ് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുണ്ടായത്. അതിൽ 133 അംഗീകരിച്ചു. പൊതുചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് പ്രതിനിധികളും സംസാരിക്കും. അപ്പോൾ മധുരയിൽ നമ്മുടെ ലിജോ വർഗീസ് ഉണ്ട്. ലിജോ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ലിജോ എവിടെ? ലിജോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നും ചർച്ച തുടരുന്നുണ്ട്. 3-ാം ദിവസമാണ്. പറയാം വിവരങ്ങൾ. CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 3-ാം ദിവസമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയപരമായും നയപരമായും എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 3 വർഷത്തേക്ക് എങ്ങനെയായിരിക്കും പാർട്ടി മുമ്പോട്ട് പോകേണ്ടത്, ഓരോ രാഷ്ട്രീയ കക്ഷികളുമായി എങ്ങനെ മുമ്പോട്ട് ഇനി സഹകരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. ഒപ്പം BJP ആണ് ഏറ്റവും മുഖ്യ ശത്രുവായി കാണുന്നത്. BJPക്ക് RSSനും രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന അവരുടെ ശക്തമായ വേരോട്ടത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ ശക്തമായി ഇവിടെ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും ഇനി പുതിയ നയപരിപാടികളും സമരപരിപാടികളും CPM തീരുമാനിക്കുക. അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ പ്രമേയത്തിലും അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലുമൊക്കെ ഉണ്ടാവുക. സംഘടനാ റിപ്പോർട്ട് സ്വാഭാവികമായും കുറെ കൂടി ശക്തമായി കഴിഞ്ഞ 3 വർഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പിടിപ്പുകേടുകളും പാർട്ടി എങ്ങനെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ പാർട്ടിക്ക് എന്തൊക്കെ വീഴ്ചകളുണ്ടായി എന്നത് സംബന്ധിച്ച സ്വയം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒന്നായിരിക്കും. ആ തരത്തിൽ വൈകുന്നേരം 7 മണിക്ക് പ്രകാശ് കാരാട്ട്, നിലവിലെ PB കോർഡിനേറ്റർ, അദ്ദേഹം ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിന്മേലുള്ള ചർച്ച നാളെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും ഏത് തരത്തിലായിരിക്കണം ഇനി കോൺഗ്രസ് അടക്കമുള്ള മതേതര രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള സഹകരണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ള കർഷക പ്രശ്നങ്ങൾ, ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള സമരങ്ങൾ, തൊഴിലാളികൾക്കിടയിലുള്ള സമരങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ തുടരും. ഈ കേരളത്തിൽ നിന്ന് 8 പ്രതിനിധികളാണ് ഈ 2 വിഭാഗങ്ങളിലായി സംസാരിക്കുക. അവർക്ക് ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം അനുവദിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടായിരിക്കും പോവുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതായത് CPIM-ന് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. പക്ഷേ അവിടെയുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന മികവും മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റി പരാജയപ്പെട്ടു എന്നുള്ള വലിയ വിമർശനം ഇന്നലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ പറഞ്ഞത് കേരളം എന്ന സംസ്ഥാനത്ത് ഇന്നും പാർട്ടി കോൺഗ്രസിൽ നിന്നും ചർച്ചകൾ തുടരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ലിജോ വർഗീസ് മധുരയിൽ നിന്ന്.